പ്രിയപ്പെട്ടവരെ, എൻ്റെ വേറെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം, 2 ദിവസം മുമ്പ് പത്രത്തിൽ ഒരു വാർത്ത കണ്ടിരുന്നു. ഒരാള് ഷെയർ മാർക്കറ്റ് ട്രേഡിംഗിൽ ഏർപ്പെട്ടു. അത് വൻ നഷ്ടത്തിൽ കലാശിച്ചു. അവസാനം അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചു, ജീവനൊടുക്കി ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന്റെ കുട്ടിയെ അതിൽ നിന്ന് കൊല്ലാൻ ശ്രമിച്ചു. വേറൊരു കുട്ടി A+ കിട്ടിയില്ല എന്നിട്ട് ആത്മഹത്യ. അങ്ങനെ കേരളം ആത്മഹത്യയിൽ തന്നെ ഇന്ത്യയിൽ 2ാമത്തെ സംസ്ഥാനം. ഒരുപാട് പേര് എനിക്ക് നഷ്ടം വന്നു, ഞാൻ പരീക്ഷ ജയിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു, അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞിട്ട് ജീവിതാവസാനം. ഇതിൻ്റെ എല്ലാം ആവശ്യമുണ്ടോ എന്നൊരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? നമ്മൾ അച്ഛനും അമ്മയും തന്നെ കുട്ടികളെ പഠിപ്പിക്കണം. അതായത് ജീവിതത്തിൽ പരാജയം, ലാഭം, നഷ്ടം, മാനം, അപമാനം, ചൂട്, തണുപ്പ്, ഉയർച്ച, താഴ്ച, ഇതെല്ലാം ഉണ്ടാവും. അതിന് സമചിത്തതയോടെ നേരിടും. കുട്ടികളെ അച്ഛനും അമ്മയും തന്നെ പഠിപ്പിക്കണം. ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ട്, സമശത്രൗജമിത്ര തഥാ മാനാപമാനിയോ ശീതോഷ്ണ സുഖദുഃഖേഷു സമസംഗവിവർജിത തുല്യനിന്ദ സ്തുതിർമൂനി സന്തുഷ്ടോ യേന കേനചിത് അനികേത സ്ഥിരമതർ. അങ്ങനെ തുടങ്ങുന്ന ശ്ലോകം ഗീതി. ശത്രുവിനെയും മിത്രത്തെയും ഒരേപോലെ കാണുക, ഉയർച്ചയും താഴ്ചയും ഒരേപോലെ കാണുക, മാനത്തിനെയും അവമാനത്തെയും ഒരേപോലെ കാണുക. തഥാ മാനാപമാനിയോ, സുഖം, തണുപ്പ്, ചൂട്. യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില രാജ്യങ്ങൾക്ക് 6 മാസം തണുപ്പാണ്, മഞ്ഞ് മൂടിക്കിടക്കും. അല്ലെ അറേബ്യ രാജ്യങ്ങളിൽ പോയി ചൂട്. ശീതോഷ്ണ സുഖദുഃഖേഷു സമസംഗവിവർജിത, ഒന്നിനോട് ഒട്ടിപ്പിടിക്കരുത്. തുല്യനിന്ദാസ്തു ദുർമോനി, ജീവിതമാകുമ്പോൾ പല ആൾക്കാരെ അപമാനിക്കും, പലരും വ്യാജമായി സ്തുതിക്കും, വ്യാജമായിട്ട് തന്നെ അവമാനിക്കുകയും ചെയ്യും. സന്തുഷ്ടോ ചെയ്യാനൊക്കെ ഈ ദൈവം എന്താ തന്നു, അതിൽ സന്തുഷ്ടനായിരിക്കുക. ജീവിതം എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ജസ്വമാണ്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഈ ലോകം അനിത്യമാണ്. ലോകം അനിത്യമാണ്, നമ്മൾ ജീവിതം അനിത്യമാണ്, നിത്യമല്ല, പെർമനന്റ് അല്ല, ടെമ്പററി. ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്നതിന് ഏകദേശം 25,550 ദിവസം മാത്രമാണ്. നമ്മളെ മരണശേഷം ഈ ഭൂമി 25,550 കോടി വർഷങ്ങളുണ്ടാവും. അതിന് മുന്നേ തന്നെ നമ്മുടെ ശരീരം, നമ്മൾ മരിച്ചു വീഴുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ശരീരം ആയിരക്കണക്കിന് പ്രാവശ്യം, 10,000-കണക്കിന് പ്രാവശ്യം മാറിയിട്ടുണ്ടാവും. ഓരോ കോശവും ഓരോ സെക്കൻഡിൽ കോടിക്കണക്കിന് സെല്ലുകൾ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഏകദേശം 1 മാസം, 2 മാസം, അല്ലെങ്കിൽ 3 മാസം കൊണ്ടുതന്നെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ മുഴുവൻ മാറും. ഡെയിലി മരിച്ചോണ്ടേയിരിക്കും, നമ്മുടെ കോശങ്ങൾ മരിച്ചുകൊണ്ടേയിരിക്കും. കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഭൂമിയുള്ളൂ. ഇത് ജീവിതത്തിൽ എന്ന് പറയുന്നത് ലാഭം നഷ്ടം ഒന്നുമില്ല, വിജയ പരാജയം ഒന്നുമില്ല. ചെയ്യേണ്ടത് നമ്മുടെ കഴിവുകൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒരു ദിവസത്തിൽ 24 മണിക്കൂറുള്ളത്, അതിൽ 8 മണിക്കൂർ നമ്മൾ ഉറങ്ങണം, ബാക്കി 16 മണിക്കൂറുണ്ട്. ആ 16 മണിക്കൂറിൽ ഓരോ സെക്കൻഡുകളും നമ്മളുടെ വേണ്ട കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കുക. അതിന്റെ റിസൾട്ടിൽ ഒരിക്കലും നമ്മൾ ഫോക്കസ് ചെയ്യരുത്, റിസൾട്ടിനെ മൈൻഡ് ചെയ്യരുത്. കർമ്മണ്യവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന, കർമ്മഫലത്തിൽ ആഗ്രഹിക്കരുത്. ലാഭം നഷ്ടം പറഞ്ഞ സാധനം ഇല്ല. ഒന്നിന്റെ ഓണറാവാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. താൽക്കാലിക
സൂക്ഷിപ്പുകാരനാകാൻ മാത്രമേ കഴിയൂ. കാരണം നമ്മൾ 25,500 ദിവസമുള്ള ഭൂമിയിൽ 25,500 കോടി കോടി വർഷം ഉണ്ടാവും നമ്മുടെ മരണശേഷം. ഒന്നിന്റെ ഉടമസ്ഥന ആർക്കും കഴിയില്ല. താൽക്കാലികമായി സൂക്ഷിപ്പുകാരൻ മാത്രം. നമ്മുടെ ജനനത്തിന് മുന്നേ നമ്മൾ എവിടെയായിരുന്നു? അച്ഛൻ്റെ ശരീരത്തിൽ ബീജമായിട്ടുണ്ടാവും, നമ്മുടെ ശരീരത്തിൽ അണ്ടമായിട്ടുണ്ടാവും, ഇല്ലേ? അതിനു മുന്നേ എവിടെയായിരുന്നു? ഈ കഴിച്ച ആഹാരത്തിൽ നിന്ന് ബീജവും അണ്ടമെല്ലാം ഉണ്ടാവും. ഒരു കല്യാണം കഴിഞ്ഞ രാത്രി അല്ലെ ഏതെങ്കിലും ദിവസം ഒരു ബീജവും അണ്ടവും കൂടെ കൂടിച്ചേർന്ന് ഒരു കുഞ്ഞു ചിരിക്കും. തക്കാളിയിൽ നിന്ന്, ഉരുളക്കിഴങ്ങിൽ നിന്നും, അല്ലെങ്കിൽ ദോശയിൽ നിന്നും, പൊറോട്ടയിൽ നിന്നൊക്കെ, കോഴിയിറച്ചിയിൽ നിന്നും ആണ് ഒരു ബീജവും അണ്ടമൊക്കെ ഉണ്ടാകും. അന്നാദ്ഭാവം ദീപൂതാനും. ഇല്ലേ? അങ്ങനെ ഒന്നുമില്ലാതെ ജനിച്ചു പോയിരുന്നു ഭൂമിയിൽ. 10 മാസം അമ്മയുടെ ഗർഭത്തിൽ കിടക്കണം. പിന്നെ വളർന്നു വരും തോറും എനിക്ക് അത് വേണം, വലിയ വീട് വേണം, വലിയ കാറ് വേണം, കോടിക്കണക്കിന് രൂപയുടെ ഡെപ്പോസിറ്റ് വേണം. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങി. വലിയ ജോലി പിടിച്ചെടുക്കാൻ ടെൻഷൻ ആരംഭിക്കും. ബീജമായിരിക്കുമ്പോഴോ അണ്ടമായിരിക്കുമ്പോഴോ ഒന്നുമില്ല. ആഹാര പദാർത്ഥങ്ങളിൽ ഇരിക്കുമ്പോഴോ ഈ നേടിയെടുക്കണം എന്നുള്ള ചിന്തയൊന്നുമില്ല. ആഹാരത്തിൽ നിന്ന് ജീവി ഉണ്ടാവും. ഭൂമിയിൽ ജനിച്ചു വീണ് കഴിഞ്ഞാൽ തുടങ്ങി ഭ്രാന്തളകിയുള്ള ഓട്ടം. ഒരു 3 വയസ്സോ 4 വയസ്സാകുമ്പോൾ തന്നെ ലോഡിങ് ചെയ്യാൻ പല പുസ്തകം തലി വെച്ച് നടക്കും. അത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ക്വാളിഫിക്കേഷൻ ആർജിച്ച് പിന്നെ ജോലിക്കാരെ തലയിൽ വെച്ച് ടെൻഷൻ അടിക്കാൻ നോക്കും. കല്യാണം കഴിയലും കുട്ടികളാവും, കുട്ടികളുടെ പിന്നാലെ ഓട്ടം, കുട്ടികളെ ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ വലിയ ഹൈ പൊസിഷനിൽ എത്തിക്കണം. അങ്ങനെ ജീവിതം മുഴുവൻ ഇതേപോലെ ഭാരം തലയിൽ വെച്ചു. അതിനിടയിൽ ചിലപ്പോ ഇയാൾ എന്തെങ്കിലുമൊക്കെ ഏർപ്പെട്ടാൽ ചിലപ്പോ നഷ്ടം ഉണ്ടായി എന്ന് അയാൾക്ക് തോന്നും. എപ്പോഴും എല്ലാ കാര്യങ്ങളും വിജയിച്ചോളുന്നില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നടക്കുന്നില്ല. അതിന് വീര്യതായിട്ട് നടക്കാം, അതിന് ഉൾക്കൊള്ളാൻ സാധിക്കണം. അതിനുള്ള ഹൃദയവിശാലത നമ്മൾ കാണിക്കണം, പഠിക്കണം, അറിവ് ആർജിക്കണം. കുട്ടികൾക്ക് കണ്ണി കണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയല്ല വേണ്ടത്. അവർക്ക് വേണ്ടത് അവരുണ്ടായിക്കോളും. കൊടുക്കുന്ന സമ്പാദിക്കില്ല വേണ്ടത്. അവർക്ക് ഈ വ്യത്യസ്ത പരിസ്ഥിതികളിൽ അവരെ എങ്ങനെ നേരിടണം ജീവിതത്തെ, അത് നമ്മൾ പഠിപ്പിക്കണം. ഇല്ലേ? ആ അറിവ് ആർജിക്കണം. അതുകൊണ്ടാണ് ഇന്ന് വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ വലിയ ഉന്നത റാങ്ക് കിട്ടിയ കുട്ടികൾ പലരും ഓരോ കൊല്ലവും നിരവധി പേര് ആത്മഹത്യ ചെയ്തു. നിരവധി പേര് മാനസികമായ ആശുപത്രിയിൽ എത്തുന്നു. കൗൺസിലിംഗിലൂടെ വർദ്ധിച്ച ടെൻഷൻ അനുഭവിക്കുന്നു. എല്ലാ ഭാരവും എന്റെ തലയിലാണെന്ന് വിചാരിച്ച് അവസാനം മാനസിക രോഗിയായിട്ട് മാറും പലരും ആത്മഹത്യ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഭാരം ഉണ്ടോ? ഭഗവാൻ തന്നെ പറയുന്നു അങ്ങനെ ഒരു ഭാരം ഇല്ല, ആര് തലയിലില്ല. നമ്മൾ ഒന്നും ചെയ്യാതെ കൊണ്ടാതെ വീട്ടിലിരുന്നാൽ തന്നെ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ 3 നേരോ 4 നേരോ ആഹാരം കഴിച്ച് അത് 10,000-3000 കലോറി എനർജി നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ട്. അത് നമ്മൾ ജോലി ചെയ്താലും ഇല്ലെങ്കിലും അത് ഉപയോഗിക്കപ്പെടും. അതിൽ ഉപയോഗിക്കാത്ത ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ രക്തക്കൊള്ളുകളിൽ അടിഞ്ഞുകൂടി, അല്ലെങ്കിൽ വയറിലൊക്കെ അടിഞ്ഞുകൂടി പിന്നീട് ഹാർട്ട് അറ്റാക്ക് ആയി മാറും, ഷുഗറായി മാറും, ക്യാൻസറായി മാറും, ഫാറ്റി ലിവർ ആവും. നഹി കശിക്ഷണമവേദ ജാതു ദുഷ്ടത്യാക്രമത് കാര്യദേശ ആവശ്യകർമ്മ സർവപ്രവൃത്തി ചേർക്കുന്നാക്കി എന്നാണ് ഭഗവാൻ പറയുന്നത്. ഒരാൾക്ക് ഒരു നിമിഷം വെറുതെ ഇരിക്കാൻ സാധിക്കില്ല. തെറ്റിദ്ധാരണ. അയാൾ ശരീരം വെറുതെ ഇരിക്കുന്നു, മനസ്സും ബുദ്ധി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഊർജ്ജമൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ കഴിച്ച എനർജി, ആഹാരത്തിനുള്ള എനർജിയാണ് ജോലി ചെയ്യുന്നത്, അല്ലാണ്ട് നമ്മളല്ല. ഞാൻ എന്ന് പറയുന്ന ആളല്ല. ഞാൻ എന്ന് പറയുന്നത് ജീവനാണ്. ശരീരം ജഡമാണ്. ജീവന് വിജയ പരാജയ ലാഭം നഷ്ടം മാനവമാനം ഒന്നുമില്ല. സാക്ഷി മാത്രമാണ്. ഇങ്ങനെ നോക്കി കാണുന്ന, സിനിമ കാണുന്നതിലുള്ള ആള് ഒരു സാക്ഷി, ഒരു വീക്ഷിക്കുന്ന ആള് മാത്രമാണ് ഈ അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്ന ആള്. അയാൾ ഒരു ജോലിയും ചെയ്യില്ല. തെറ്റിദ്ധാരണയാണ് ഞാൻ ജോലി ചെയ്യുന്നു. അല്ല,
ജോലി ചെയ്യുന്നത് നമ്മൾ കഴിച്ച ആഹാരത്തിൽ നിന്നുള്ള എനർജി, ഊർജ്ജം. ഈ ദേഹത്തിന് ഞാനാണെന്ന് വിചാരിച്ച് എനിക്ക് ജീവിതഭാരം, എനിക്ക് പഠനഭാരം, അല്ലെങ്കിൽ എനിക്ക് നഷ്ടം വന്നു, ലാഭം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും അങ്ങനെ ആത്മഹത്യയിലാക്കി. നമ്മൾ അറിവ് ആർജിക്കണം, കുട്ടികളെ പഠിപ്പിക്കണം. ലാഭവും നഷ്ടവും, മാനവും അപമാനവും, സുഖവും ദുഃഖവും, പിന്നെ എല്ലാം ഉണ്ടോ, ഉയർച്ചയും താഴ്ചയും, അതിനെയൊക്കെ സമചിത്തതയോടെ നേടണം. ഒന്നിനെയും നമുക്ക് ഈ ലോകത്ത് ഒന്നിന്റെയും ഉടമസ്ഥനാകാൻ കഴിയില്ല, സൂക്ഷ്മകാരനാകാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ മാനവും അപമാനം എല്ലാം വരുമ്പോൾ ഈ ലോകത്തിൽ ആരുടെയും പിന്നെ ധനസ്ഥിതിയോ അല്ലെങ്കിൽ യോഗ്യതയോ അറിവോ പ്രശസ്തിയോ ആരും അംഗീകരിക്കില്ല. എല്ലാവരും പരസ്പരം ശത്രുക്കളെ നിലകൊള്ളുന്നു. ചിലപ്പോൾ അച്ഛനും അമ്മയും അംഗീകരിക്കും, സഹോദരിമാരെ അടക്കം. നിങ്ങളുടെ യോഗ്യതയോ നിങ്ങളുടെ പ്രശസ്തിയോ ആരും അംഗീകരിക്കില്ല. അഭിനയിക്കുന്ന പോലെ കാണിക്കും. അതാണ് നമ്മൾ ദ്വന്ദ്ങ്ങൾക്ക് അതീതമാണ്. എതിർച്ച ലാഭസന്തുഷ്ടോ ദ്വന്ദ്വോതീത വിമത്സരഹ സമസിദ്ധാവോ സിദ്ധൗജ കൃത്വാഭിജ്ഞാനി പറ്റിയത് ഭഗവാൻ തന്നെ പറയുന്നത്. ഭഗവാൻ തരുന്നതുകൊണ്ട് എതിർച്ചനെ ഈശ്വരൻ തിരിച്ചു യാദൃശ്യമായി ലഭിക്കുന്നുണ്ട്. ഈശ്വര ഇച്ഛയാണ് എല്ലാം നടക്കുന്നത്. ഈശ്വര ഇച്ഛയാൽ ലഭിക്കുന്നതുകൊണ്ട് തൃപ്തിപ്പെടുക. നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കണം. സമയം ഓരോ സെക്കൻഡ് ഉപയോഗിക്കണം. ഉണർന്നിരിക്കുന്ന 16 മണിക്കൂറിൽ ഓരോ സെക്കൻഡ് ഉപയോഗിക്കണം. 3000-4000 കലോറി എനർജി ഉണ്ട്. അതിൽ ഓരോ കലോറി എനർജി നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ സമസ്ത കഴിവ് ഉപയോഗിക്കണം. പിന്നെ അതിന്റെ റിസൾട്ട് നമ്മൾ എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ദ്വന്ദ്വാതീതം, ലാഭം നഷ്ടം, മാനം അപമാനം, ഇവയ്ക്കെല്ലാം മുകളിലായിരിക്കും നമ്മൾ. ഉയർച്ച താഴ്ച, ആരെടുത്തും മത്സരം വേണ്ട. വിമത്സരഹ പറഞ്ഞ ആരെടുത്തും മത്സരം വേണ്ടത്. ആരെടുത്ത് മത്സരിക്കുന്നത്? ഈ ലോകം മുഴുവൻ അജ്ഞത പടർന്നിരിക്കുന്നത് ധർമ്മപുത്രര് മഹാഭാരതത്തിൽ യക്ഷന്റെ ചോദ്യത്തിൽ. ഈ ലോകം മുഴുവൻ പിന്നെ അന്ധകാരം പരന്നിരിക്കുന്നത് മഹാഭാരതത്തില് വിതുരർ പറയും. ഇത് അന്ധതാ മിശ്രം എന്ന നരകമാണ്. മനുഷ്യരെല്ലായ്പ്പോഴും കാവടത്തോടെ പെരുമാറുന്നു എന്ന് മനു പറഞ്ഞു. മറ്റുള്ളവരെ പൂർണ്ണമായി വിശ്വസിക്കുന്നവർ ആപത്തിപ്പെടുന്നു എന്ന് ഭീഷ്മർ പറഞ്ഞു. അങ്ങനെ മൂഢന്മാരും വിശ്വസ്തരല്ലാത്തവരും അന്ധകാരവും നിറഞ്ഞുമായ ഈ ഭൂമിയിൽ, അല്ലെങ്കിൽ ഈ അന്ധതാ മിശ്രം എന്ന നരകത്തിൽ ആരുടെയും അംഗീകാരം അല്ലെങ്കിൽ സ്തുതി പാടല്ലോ ആവശ്യമില്ല. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പറഞ്ഞു വന്നത് ലാഭവും നഷ്ടവും മാനവും അപമാനത്തിലൊക്കെ തുല്യമായി കാണും. പരാജയപ്പെട്ടു എന്നോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നഷ്ടമൊന്നും പിന്നെ വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ മക്കൾക്ക് മാതൃകയായി നമ്മൾ ധൈര്യപൂർവ്വം ഹിമാലയ പർവ്വതം കണക്കെ എന്ത് വന്നാലും അനങ്ങാത്ത രീതിയിൽ മുന്നോട്ട് പോകും. എല്ലാം നഷ്ടപ്പെട്ടെ, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എല്ലാം വീണ്ടും തന്നെ നേടിയെടുക്കാം. വീണ്ടും വേണമെങ്കിൽ അറിവ് ആർജിക്കണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃകയാകണം. അവരെ ധൈര്യപ്പെടുത്തണം. ഭീരുക്കളെ പോലെ ജീവിതത്തിൽ നമ്മൾ ഒളിച്ചോടരുത്. ഈശ്വര വിശ്വാസം ഉണ്ടെങ്കിൽ ഗീതയിൽ പറയുന്നുണ്ട്, എന്നെ വിശ്വസിക്കുന്ന ആളുകൾ ഒരിക്കലും ആത്മഹത്യയില്ല പറയും. ഗീതയിൽ പറയുന്നത് സമം സർവേഷു ഭൂതേഷു ഉണ്ട്. എല്ലായിടത്തും ഈശ്വരനെ കാണുന്ന ഒരാൾ ഒരിക്കലും ജീവിതം അവസാനിപ്പിക്കില്ല. ഈശ്വര വിചാരം എപ്പോഴും വേണം. എല്ലാം ഈശ്വര ഇച്ഛയാണ്. ഈശ്വരന്റെ ഇച്ഛയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കാര്യം മനസ്സിലാക്കി ലാഭം വന്നാലും നഷ്ടം വന്നാലും മാനം വന്നാലും അവമാനം വന്നാലും എല്ലാം ഒരു സാക്ഷിഭാവത്തിൽ ഒരു സിനിമ കാണുന്ന പോലെ കണ്ട് മുന്നോട്ട് പോകണം. മക്കൾക്ക് നമ്മൾ തന്നെ മാതൃകയാവണം. ഈ ഒരു കാര്യം എനിക്ക്
പറയാനുള്ളത്. താങ്ക്സ് വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക്സ് എല്ലോ.